Are you ready? If you're happy and you know it, slash your hands. If you're happy and you know it, slash your hands. If you're happy and you know it and you really want to show it. If you're happy and you know it, slash your hands. മാം, ഇനി രാവിലെ നീന്താനുള്ള സ്ലോട്ട് ഉണ്ടാവോ? ഞങ്ങൾ കുറച്ച് ലേറ്റായി. സോറി മാം, ഇന്നത്തെ സ്ലോട്ട് കഴിഞ്ഞു. 9:10 നമ്മൾ ക്ലോസ് ചെയ്യും. എങ്കിൽ ഞങ്ങൾ നാളെ വരാം മാം. നിങ്ങൾ കുറച്ച് നേരത്തെ വന്നാൽ മതി. ഇന്ന് നമുക്ക് നീന്താൻ പറ്റില്ല കേട്ടോ വാവേ. നമുക്ക് നാളെ നീന്താട്ടാ. ഇന്നത്തെ സ്ലോട്ട് കഴിഞ്ഞു എന്നാ പറയണേ. കുട്ടനെ നാളെ നീന്താട്ടാ. വാ മോനെ, വായു. സോറി മാം, ഇന്നും ലേറ്റായി. നിങ്ങൾ കുറച്ച് നേരത്തെ വരൂ. ഈ സമയത്ത് വന്നാൽ നിങ്ങൾക്ക് നീന്താനുള്ള സ്ലോട്ട് കിട്ടില്ല. ഞങ്ങൾ നാളെ നേരത്തെ വരാം മാം. ഇവരെന്താ ഇപ്പൊ ഒന്ന് പോകുന്നേ? ഇന്നലെയും കണ്ടല്ലോ. എന്ത് ചെയ്യാനാ, ഇന്നലെ ഇന്നായിട്ട് ലേറ്റ് ആയിട്ട് അവർ വരുന്നത്. 9 മണിക്ക് ശേഷം. നാളെ നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. നീന്തണം. ഇന്ന് നീന്താട്ടോ. ഇന്ന് നീന്താട്ടോ കണ്ണാ. ഇന്നും ലേറ്റ് ആയില്ലേ? സോറി മാം, ഞങ്ങൾ ക്ലോസ് ചെയ്യാൻ പോവാ. നീന്തണം, നീന്തണം, നീന്തണം. ഹായ്, ഞാനിവിടുത്തെ സ്വിമ്മിംഗ് കോച്ചാണ്. ആക്ച്വലി ഇന്നത്തെ സ്വിമ്മിംഗ് സ്ലോട്ട് കഴിഞ്ഞു. മോന് ഇന്ന് തന്നെ നീന്തൽ പഠിച്ചു തുടങ്ങണോ? അയ്യോ സാരില്ല, ഞങ്ങൾ നാളെ രാവിലെ വരാം. നീന്തണം, നീന്തണം, നീന്തണം. അവന് ഇന്ന് തന്നെ നീന്തണം തോന്നുന്നു. കുഴപ്പമില്ല, ഞാൻ ടൈം അഡ്ജസ്റ്റ് ചെയ്യാം. ഇന്ന് ബേസിക്സ് സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി അതല്ല, ഹീസ് ഓട്ടിസ്റ്റിക്. ആ, അതിന് ആക്ച്വലി എനിക്ക് ഇവനെ നീന്താൻ പഠിപ്പിക്കാൻ ഭയങ്കര പേടിയാണ്. അവന് ഈ ഓട്ടിസം ഉള്ളത് കൊണ്ട് നീന്താൻ കഴിഞ്ഞില്ലെങ്കിലോ. പക്ഷെ അവൻ്റെ വാശി കാണുമ്പോൾ ഞാൻ സ്ലോട്ട് തീരണ ടൈമിൽ കൊണ്ടുവരും. എനിക്ക് നിങ്ങളെ മനസ്സിലാവും. പക്ഷെ നിങ്ങൾ എത്ര ആളുകളെ ഇങ്ങനെ തടയും? ഇപ്പോൾ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും നീന്തലിൻ്റെ കാര്യം അവൻ പിന്നെ മറന്നോളൂ. ഇവിടെ ആക്ച്വലി ഓട്ടിസം അല്ല പ്രശ്നം, നിങ്ങളുടെ പേടിയാണ്. അവന് നീന്തണം എന്നുണ്ടെങ്കിൽ അവൻ നീന്തണം. നമ്മളത് അവന് സാധിച്ചു കൊടുക്കും. ഒരു പക്ഷേ നമുക്ക് അവന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സപ്പോർട്ടാവും. പക്ഷേ അവനെ കൊണ്ട് എങ്ങനെ ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് ഇതൊക്കെ സാധിക്കുമോ? അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്. നിങ്ങൾ GRIനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവളും നീന്തലുകാരിയാണ്, അവളും ഓട്ടിസ്റ്റിക്കാണ്. പക്ഷേ ആ പെൺകുട്ടി അവളുടെ 13ാമത്തെ വയസ്സിൽ ശ്രീലങ്കയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള കടൽ നീന്തി കടന്നു. ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവളെയും ഓട്ടിസത്തിൻ്റെ പേരിൽ എല്ലാവരും മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഇന്നും ഇവനെപ്പോലെ അവളും നീന്തിയിലായിരുന്നു. അവൾക്കൊപ്പമുള്ള ആൾക്കാർ അവളെ വിശ്വസിച്ചു, അതുകൊണ്ട് അവൾ നീന്തി. ഇവനും നീന്തി. നമ്മൾ ഇവനെയും വിശ്വസിക്കണം. വലിയ നീന്തൽ താരാവാനൊന്നുമില്ല, പക്ഷേ ഇവനെപ്പോലുള്ള ഒരുപാട് പേർക്ക് പ്രചോദനമാവാൻ വേണ്ടി ഇവൻ നീന്തണം. നീന്തണം അമ്മ, നീന്തണം, നീന്തണം. എൻ്റെ മോൻ നീന്തും മാം. അവന് നീന്തണം. ഈ അമ്മ അവന്റെ കൂടെയുണ്ട്. അതാണ് വേണ്ടത്. അമ്മ ഒന്നും വിഷമിക്കണ്ട. അവൻ മിടുക്കനാ, അവൻ നീന്തും. ഓട്ടിസം ഒരു പരിമിതിയല്ല, ഭയമാണ് യഥാർത്ഥ പരിമിതി. സംരക്ഷണം നിയന്ത്രണമാകുമ്പോൾ അതവരുടെ വളർച്ചയെ ബാധിക്കും. അവർക്കും അവകാശമുണ്ട് നമ്മളെപ്പോലെ ഈ ലോകത്തെ കാണാനും കേൾക്കാനും അറിയാനും. അതിനായി നമുക്ക് അവരുടെ കൂടെ നിൽക്കാം.